ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എരിശ്ശേരിയാണ്. എരിശ്ശേരി വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എരിശ്ശേരി ഇഷ്ടമാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് നേരിട്ട് എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എരിശ്ശേരിക്ക് ആവശ്യമായ 1 കപ്പ് വെള്ളപ്പയറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് തലേ രാത്രി തന്നെ വെള്ളത്തിലിട്ട് നന്നായി കുതിർത്തെടുത്തതാണ് കേട്ടോ. അതൊരു കുക്കറിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 4 വിസിൽ വരാൻ പാകത്തിന് വേവിച്ചെടുക്കുവാണ് കേട്ടോ. നന്നായിട്ട് വെന്ത് തന്നെ കിട്ടണം, പക്ഷെ ഒരുപാട് പൊട്ടിപ്പോണ്ട. അതുകൊണ്ടാണ് 4 വിസിലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ കുക്കറിൻ്റെ അനുസരിച്ചിട്ട് ഇനി 4ഓ 5ഓ വിസിലാക്കി എടുക്കുക. ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റി പയർ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് 1 കപ്പ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ പയറൊക്കെ നല്ലതായിട്ട് വിസിലൊക്കെ അടിച്ച് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അതിനകത്തേക്ക് മത്തങ്ങ, ഒരു 1/4 പോർഷൻ മത്തങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടൊന്ന് വെട്ടിയെടുത്തതാണ് കേട്ടോ. അതിനകത്തേക്ക് ഒരു 4 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്, ഒരു 2 തണ്ട് കറിവേപ്പും കൂടി കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതൊന്ന് 2 വിസിൽ വരണ വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. എനിക്കിവിടെ തവി എടുക്കാനുള്ള മടി കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. പയർ വേവിച്ചെടുത്ത അതേ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മത്തങ്ങയും കൂടി കൂട്ടിയിട്ട് വേവിക്കുന്നത്. അപ്പോൾ പയർ വേവിച്ചെടുത്ത വെള്ളം ഒത്തിരി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് ഈ മത്തങ്ങ വേവാനുള്ള വെള്ളം മാത്രം ആക്കി വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കുക്കറൊക്കെ അടിഞ്ഞ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തങ്ങയും പയറും ഒക്കെ ഒരു നന്നായിട്ട് വെന്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള വേവിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തങ്ങയുടെയും പയറിൻ്റെയും വേവ് 2ആണ്, അതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തത് കേട്ടോ. പയറിന് കുറച്ചുകൂടെ വേവുണ്ട്, മത്തങ്ങയ്ക്കാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് വെന്ത് പോകുന്ന ഒരു ഇതാണ് കേട്ടോ. അത് ഞാൻ ഇനി ഒരു ചട്ടിക്കലത്തിലോട്ട് എടുത്തിട്ട് അതൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് വേവിക്കാൻ വെച്ചേക്കുവാണ്. ഈ ഒരു കൂട്ടത്തിൽ ഞാൻ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ചെറിയൊരു പോർഷൻ ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരയൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എനിക്ക് ചെറിയൊരു മധുരം വേണം എലിശ്ശേരിക്ക്, അതുകൊണ്ടാണ് ഞാൻ ശർക്കര ചേർത്ത് കൊടുത്തത്. ഇനി നിങ്ങളുടെ ശർക്കര ഇല്ല എങ്കിൽ പഞ്ചസാര ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി എരിശ്ശേരിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലതായിട്ട് ചെറിയ തേങ്ങയാണ് കേട്ടോ. അതിനകത്തേക്ക് വെളുത്തുള്ളി ഒരു 2 അല്ലി, അതുപോലെ തന്നെ ചുവന്നുള്ളി ഒരു 2 അല്ലി, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തണ്ട് വേപ്പിലയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കണം. നല്ല ജീരകമാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി പച്ചമുളക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ പച്ചമുളക് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. 2 പച്ചമുളകൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ കുറച്ച് പച്ചവെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുവാണേ. നല്ലതായിട്ട് ഫൈനായിട്ട് പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കൂട്ട് നമ്മുടെ എലിശ്ശേരിയിലിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ തീ വളരെ കുറച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, തിളയൊന്നും വരാത്ത അതുകൊണ്ടാണ് കേട്ടോ. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ജാറും കൂടിയും കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ വെള്ളം വറ്റുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് തീ കുറച്ചിട്ടേക്കുവാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് വെള്ളം വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണേ. ഇനി ശർക്കരയൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ളതുകൊണ്ട് വെള്ളം വേഗം വറ്റി കിട്ടും, അതുകൊണ്ട് നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട. പക്ഷേ ഈ അളവിൽ മാത്രമാണ് കേട്ടോ വെള്ളം വയ്ക്കാവുള്ളൂ, കൂടി പോകരുത്. ഒരു കട്ട പരുവത്തിലാണ് എലിശ്ശേരി കിട്ടേണ്ടത്. ഇനി ഇതിനകത്തേക്ക് ഞാൻ കടുക് വറുത്തിടുവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പ് ചീഞ്ചട്ടിയാണ് കേട്ടോ വെക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് പൊട്ടണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ ഇരുമ്പ് ചീഞ്ചട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് ചൂടായി കിട്ടും. ഇങ്ങനെ വറുത്തിടാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ കുറച്ച് നാൾ മുമ്പ് മേടിച്ചതാണ്. ഇങ്ങനത്തെ ഒരു ചീഞ്ചട്ടി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഈ ഒരു ചീഞ്ചട്ടി കിട്ടിയിട്ടോ. വളരെ നല്ലൊരു ചീഞ്ചട്ടിയാണ്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ ഇത്. അപ്പം നല്ല കടുകൊക്കെ പൊട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്തേക്ക് ഞാൻ ഉലുവയും കൂടി ചേർത്ത് നന്നായിട്ട് പൊട്ടിച്ചു. അതിന് ശേഷം 2 വറ്റൽമുളകും കൂടി കീറി അതിനകത്തേക്ക് ഇട്ടിട്ടോ. ഇനി ഒരു തണ്ട് വേപ്പിലയും കൂടി ചേർത്തു. പിന്നെ കൊച്ചുള്ളി ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ചേർത്ത് അതൊന്നും ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര മടിയുള്ളൊരു കൂട്ടത്തിലാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇരുമ്പ് ചീഞ്ചട്ടി മേടിച്ചതുകൊണ്ട് എനിക്ക് വളരെ എളുപ്പമാണ് കേട്ടോ. ഈ കടുകൊക്കെ താളിച്ചിടാനും അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ തോരനോ അല്ലെങ്കിൽ മെഴുക്കുവരട്ടിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. തീയൊക്കെ കുറച്ചിട്ടിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്തുകൊണ്ട് നടന്നാലും പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. പെട്ടെന്ന് അങ്ങ് അടി പിടിക്കത്തില്ല കേട്ടോ. ഇരുമ്പ് ചീഞ്ചട്ടി ആയതുകൊണ്ട് അടിക്കട്ടി നന്നായി
അപ്പോൾ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് എരിശ്ശേരിയിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേന് എരിശ്ശേരിക്ക് ഒന്ന് തിളച്ച് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്തേക്ക് നമ്മുടെ ഈ കടുക് വറുത്തതും കൂടി ഒന്ന് ചേർത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പയറും അതുപോലെ മത്തങ്ങയൊക്കെ ഇങ്ങനെ മൺചട്ടിയിലിട്ട് വേവിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഒന്നുകൂടെ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഞാൻ ഗ്യാസ് തീർന്നു, അതുകൊണ്ടാണ് ഞാൻ കുക്കറിലാക്കിയത് കേട്ടോ. കുക്കറിലാക്കിയിട്ട് താളിക്കാൻ മാത്രമാണ് ഞാൻ ഇതിനകത്തോട്ട് ആക്കിയത്. ഇനി നിങ്ങളുടെ കയ്യിൽ വിറകടക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി ഈ എരിശ്ശേരിയുടെ കുറച്ചുകൂടെ വെള്ളം വറ്റി കിട്ടാനുണ്ട്. ഈ ഒരു പരുവത്തിലൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. കാരണം ചട്ടിക്കലത്തിലൊക്കെ ആണെങ്കിൽ ഇരുന്നിട്ട് അങ്ങോട്ട് വെള്ളം വറ്റി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ശർക്കര ഇട്ടിട്ടില്ലേ, ശർക്കര ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല കട്ടയാവട്ടെ എടുക്കാറാവുമ്പോഴത്തേനും. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തത്. ഇനിയിപ്പോൾ ചട്ടിക്കലത്തിലിരുന്ന് വറ്റി കിട്ടിക്കോളും. ഇത്രയേ ഉള്ളൂ കേട്ടോ എലിശ്ശേരിയുടെ ഡിഷ്. വളരെ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം ഈ ഒരു ഓണത്തിന് നിങ്ങൾ ഈ എരിശ്ശേരിയൊക്കെ ഒന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതെല്ലാം കമൻറ്റിൽ എന്നെ അറിയിക്കണേ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ